എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. നമ്മളപ്പം പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. അധിക ഭക്തിയോടുകൂടെ തന്നെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കെടുക്കുക. പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏത് തരത്തിലുള്ള നിയോഗമാണെങ്കിലും ആ നിയോഗങ്ങൾക്ക് എല്ലാം കൃപാസന മാതാവ് ഉത്തരം തരും. തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് കൃപാസന മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈ ചാനലിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണോ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം, കൃപാസന മാതാവിൻ്റെ അത്ഭുതങ്ങൾ നടക്കണം, കൃപാസന മാതാവിൻ്റെ ഇടപെടൽ നടക്കണം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കണം. അതിന് ഒരു 10 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ മാറ്റി വെക്കുക. അപ്പം നമ്മൾ ഈ പ്രഭാത പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും കൃപാസന മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാത പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ ഇടുക. തീർച്ചയായിട്ടും ആ ആവശ്യങ്ങൾ കൃപാസന മാതാവിനോട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ 24 മണിക്കൂറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സമർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ കുടുംബത്തിനെ സമർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം കൃപാസന മാതാവ് കൽപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കാം. പ്രഭാത പ്രാർത്ഥന. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി. ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും, വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും, പ്രവാചകന്മാരുടെ രാജ്ഞിയും, വാഗ്ദാനത്തിൻ്റെ പേടകവും, പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായി പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏവരുടെയും കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞി അങ്ങേക്കും ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി എന്ന തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ ഏത് സമയത്താണ് പങ്കെടുക്കുന്ന ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും അവരുടെ ആവശ്യവും അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനലിലെ എല്ലാ വീഡിയോസിനും അവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുന്നവരുടെ ആവശ്യങ്ങളും അമ്മേ മാതാവേ അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അത് നടത്തി കൊടുക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ കന്യാമറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3 നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സൃഷ്ടിത്തിലെ പിതാവായ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളാന്നു. അങ്ങയുടെ ദുരത്വഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളാന്നു. അങ്ങയുടെ ദുരത്വഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ, തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേ.